നമസ്കാരം. വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഓടുക എന്ന് പറയുന്ന ഒരു പഴമൊഴിയുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. ഇത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കേരളത്തിലെ പിണറായി സർക്കാരും CPMന്റെ നേതൃത്വത്തിലാണല്ലോ പിണറായി സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പോകുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ആണെന്ന് പറയുന്നു, ചിലർ കൊലപാതകമാണെന്ന് പറയുന്നു. കോടതി പോലും കൊലപാതകമാണെന്ന ചില സംശയങ്ങളിലേക്കും നിഗമനങ്ങളിലേക്കുമൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു. CBI അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി എതിർക്കുന്നതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്ത ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, പാർട്ടി ഒരു തരത്തിലും കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്നും ഈ കുടുംബത്തോടൊപ്പം ആണ് എന്നൊക്കെ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി അതിശക്തമായിട്ട് പറഞ്ഞു, ഒരു കുറ്റം ചെയ്ത ഒരാളെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് വളരെ കർക്കശമായ രീതിയിലൊക്കെ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. പത്തനംതിട്ടയിലെ CPMന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ പാർട്ടിയുടെ ചില തീരുമാനങ്ങൾ, അതായത് കുറ്റവാളികൾ ഈ PP ദിവ്യ എന്ന, അതായത് ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായിട്ടുള്ള PP ദിവ്യയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പാർട്ടി നിലപാടുകളോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ മൃതശരീരത്തോടൊപ്പം പത്തനംതിട്ടയിലെ ADM നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും ഒക്കെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതിൽ ആരോപണ വിധേയയായി ജയിലിനകത്ത് അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യപ്പെട്ട PP ദിവ്യയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത്, ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായിരുന്നു എന്നുള്ള ഒരു വൈരുദ്ധ്യം, ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറയുന്ന പോലെ അതിലൊരു വൈരുദ്ധ്യം, അതാണ് മലയാളികളെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മലയാളികൾ ചോദിക്കുന്നത്, ഇവർ ഇരയ്ക്കൊപ്പവും അതോടൊപ്പം തന്നെ വേട്ടക്കാരനൊപ്പവും ആണോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നത്. ഈ CPMന്റെ ഇങ്ങനെയൊക്കെയുള്ള ഒരു നിലപാടുകൾ കാണുമ്പോൾ അറിയാതെ നമുക്ക് ചോദിക്കേണ്ടി വരുന്നു, നെറികയുടെ നിന്റെ പുതിയ പേരോ CPM എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ CBI പോലെയുള്ള ഒരു സെൻട്രൽ ഏജൻസി അന്വേഷണം ഏറ്റെടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതവുമാണ്. എന്താണ് സാറിന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? നമ്മളിപ്പം ഏതാണ്ട് ഒരു 2 മാസത്തോളം ആവുകയാണ് ഈ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയങ്ങൾ ചർച്ചയിൽ വന്നിട്ട്. ഇപ്പം ഇന്നും നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ സംശയമുണ്ടെന്നും ഡോക്ടർ സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന് ഈ നവീൻ ബാബുവിൻ്റെ ബന്ധു സഹോദരൻ ഇന്ന് മാധ്യമങ്ങളോട് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയേറെ സംശയങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന എൻക്വയറിയിലെല്ലാം എല്ലാ സമയത്തും വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നും പോലീസ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സംഭവത്തിൽ നടത്തേണ്ട ജാഗ്രത ഈ വിഷയത്തിൽ പാലിച്ചില്ലെന്നും എന്തൊക്കെയല്ലോ ഒളിച്ചു വെക്കാൻ വേണ്ടി പോലീസും അതുപോലെ തന്നെ ഭരണകർത്താക്കളും ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കുന്നൊരു സംശയമാണ്. ഇപ്പം നവീൻ ബാബുവിൻ്റെ മരണം നടന്ന അന്ന് തൊട്ട് ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ ഫോൺ എവിടെയാണ്? അദ്ദേഹം ആരെയാണ് അവസാനമായി വിളിച്ചത്? ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എഴുത്തുകൾ ഉണ്ടായിരുന്നോ? ഇത്തരം സംശയങ്ങളൊന്നും ദൂരീകരിക്കപ്പെട്ടിട്ടില്ല. പോലീസ് നവീൻ ബാബുവിൻ്റെ ബോഡി ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത്, ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ എത്തണം എന്നൊരു നിയമം തന്നെ നിയമമുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തിനാണ് ഇത്രയൊക്കെ വളരെ സ്പീഡിൽ നടത്തിയത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായി ഉത്തരം പറഞ്ഞിട്ടില്ല. അന്ന് തൊട്ട് തുടങ്ങിയ സംശയം ഇതാ ഇന്ന് രാവിലെ വരെ ഈ സംശയം നിൽക്കുകയാണ്. എങ്ങനെയാണ് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ ബ്ലഡ് ഉണ്ടായത്, രക്തക്കറയുണ്ടായിരുന്നു എന്ന് മഹസർ റിപ്പോർട്ടിലുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യതയും ഇല്ല. മാത്രമല്ല, ഇദ്ദേഹം ആത്മഹത്യ ചെയ്താണ് എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. കാരണം ഈ 12-ാം തീയതി വിധി വരും. ഹൈക്കോടതി 12-ാം തീയതി വിധി പറയാനിരിക്കെ എത്ര ധൃതിപ്പെട്ട് ഈ റിപ്പോർട്ട് കോടതിയെ സമർപ്പിച്ച് ഇത് ആത്മഹത്യയാണെന്നും
ഇതിൽ CBI എൻക്വയറി ആവശ്യമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് നടക്കുന്നത്, നമ്മുടെ ഇതിൽ കാണേണ്ടതുണ്ട്. അപ്പൊ PP ദിവ്യയെ രക്ഷിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഈ മരണം നടന്ന അന്നും അതിനുശേഷമൊക്കെ CPM, നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മരണം നടന്ന 9ാമത്തെ ദിവസമാണ് അദ്ദേഹം ഇതിലൊരു അഭിപ്രായം പറഞ്ഞത്. അന്ന് വരെ മിണ്ടാതിരുന്ന പിണറായി 9ാമത്തെ ദിവസം മറ്റു വഴികളില്ലെന്നും ജനവികാരം മൊത്തം CPM-നും കണ്ണൂരിലെ CPM-ന് എതിരാണെന്നും ഈ ADM-ന്റെ മരണം വലിയ ജനകീയ വിഷയമായി മാറി എന്നും മനസ്സിലാക്കിയപ്പോഴാണ് പിണറായി വിജയൻ ഇതിലൊരു മറുപടി പറഞ്ഞത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവരുടെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയാണ്ട് വന്ന് എന്തുകൊണ്ടാണെന്നറിയാമോ? പത്തനംതിട്ടയിലെ CPM പൂർണ്ണമായും കണ്ണൂരിലെ CPM-നെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പറയാൻ തുടങ്ങിയപ്പോൾ പാർട്ടിക്കടയിൽ തന്നെ വലിയ ഭിന്നിപ്പുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം. ഇവിടെയൊക്കെയാണ് വിഷയം. ഈ വിഷയം അഡ്രസ്സ് ചെയ്യാതെ CPM-ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവർക്കൊരു CPM-ന്റെ PP ദിവ്യ എന്ന് പറഞ്ഞൊരു നേതാവിനെ ചിലപ്പോൾ രക്ഷിച്ചെടുക്കാൻ പറ്റിയേക്കും. പക്ഷേ CPM-ന് മൊത്തത്തിലുണ്ടായിരിക്കുന്ന ജീർണത, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയോടുണ്ടായിരിക്കുന്ന അകൽച്ച, പത്തനംതിട്ടയിലെയും കണ്ണൂരിലെയും നിരവധിയായ ജനങ്ങൾക്കിടയിൽ CPM-കാരായ ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഇതെങ്ങനെ ദൂരീകരിക്കും? ഒരു ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി എത്രയോ ആളുകളെ പാർട്ടിയിൽ നിന്ന് കളയുകയാണ് CPM. പിന്നെ ഗോവിന്ദ മാഷിന്റെ ഭാര്യ സ്വീകരിക്കാൻ വേണ്ടി പോയതിനൊക്കെ കൃത്യമായ ന്യായമുണ്ട്. കാരണം എന്താണെന്നറിയോ? ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള ചെയർമാൻ ആയിരിക്കുന്ന സമയത്താണ് വിദേശത്ത് പോയി കുറച്ച് പണം ഉണ്ടാക്കി നാട്ടിൽ ഇനി സ്വന്തമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് കരുതി ആന്തൂരിൽ സാജൻ ഒരു പാർത്താസ് എന്ന് പറഞ്ഞ ഒരു കൺവെൻഷൻ സെന്റർ കെട്ടി. അതിന്റെ ഒരു മൂലയിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് അനുമതി കൊടുക്കാതെ, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ നിരവധി നാളുകൾ അദ്ദേഹത്തെ ഇട്ടുവരട്ടി. ഏതാണ്ട് 8 മാസത്തോളം അദ്ദേഹം ആന്തൂരിലേക്ക് ഈ മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങി. ഒരു കാരണവശാലും ആ ലൈസൻസ് കൊടുക്കാൻ വേണ്ടി അമ്മ തയ്യാറായില്ല. അങ്ങനെ അദ്ദേഹം മരിക്കുന്നത്. സാജന്റെ മരണത്തിൽ യഥാർത്ഥത്തിൽ PK ശ്യാമളക്കെതിരെ കേസെടുക്കേണ്ടതാണ്. PP ദിവ്യക്കെതിരെ കേസെടുത്തതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ ശ്യാമളക്കെതിരെ കേസെടുക്കേണ്ടതാണ്. അന്ന് കേസെടുത്തിട്ടില്ല. അവിടെ ഞാനൊരു ഇതാക്കാണ് വലിയ തെറ്റ് ചെയ്ത ആളാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ് അവർ PP ദിവ്യയെ സ്വീകരിക്കാൻ വേണ്ടി പോയത്. അല്ല, എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PP ദിവ്യക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പിണങ്ങുന്ന PP ദിവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് ഉയർത്താൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ PP ദിവ്യ അല്ലെങ്കിൽ ഈ പ്രശാന്ത് എന്ന് പറഞ്ഞ ഈ പെട്രോൾ പമ്പിന് അപേക്ഷ കൊടുത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാൾ ആരുടെ ബിനാമി ആയിരുന്നു എന്നുള്ളത് വരും കാലത്ത് തെളിയിക്കപ്പെട്ടാൽ അത് ശ്യാമളയെയും ബാധിക്കും, MV ഗോവിന്ദനെയും ബാധിക്കും, CPM-നെ, കണ്ണൂരിലെ CPM-നെ ആകമാനം ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഈ PP ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പാർട്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നത് നമ്മളിത് കാണണം. ഇവിടെയാണ് വിഷയം. ആരാണ് യഥാർത്ഥത്തിൽ പ്രശാന്തിന്റെ പുറകിലുണ്ടായിരുന്ന ശക്തി? സാമ്പത്തിക സ്രോതസ് എന്താണ്? ഇദ്ദേഹത്തെ കൊണ്ട് ഈ ബിനാമി പരിപാടി നടത്താൻ വേണ്ടി ആരാണ് പിന്നിൽ നിന്നത്? അവിടെയാണ് വിഷയം. ഈ ഇത്തരത്തിലുള്ള ദുരൂഹതകൾ നീക്കാതെ ഈ CPM-ന് ഇനി അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന്. പഴയ പോലെയല്ല. വലിയ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാം എന്ന് കരുതിയാൽ രക്ഷപ്പെടില്ല. CPM എന്ന പാർട്ടിക്ക് ജനകീയ മുഖം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ കാണിക്കുന്നത്. ഇത് ഒരു വിഷയം മാത്രമല്ലല്ലോ, നിരവധിയായ വിഷയങ്ങളിൽ ഒരു വിഷയമായിട്ടാണ് നമ്മൾ ഈ വിഷയത്തെ ADM-ന്റെ മരണം നമ്മൾ കാണേണ്ടത്. എന്തിനാണ് ADM-നെ യഥാർത്ഥം ഇല്ലാതാക്കിയെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തതയുണ്ട്. ADM-ന് അറിയാം ഇതൊക്കെ ആരുടെ ബിനാമിയാണ്, എന്തിനു വേണ്ടിയാണ് ഇത് ഇത്തരത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയതെന്നൊക്കെ ADM-ന് വ്യക്തമായിട്ട് അറിയാം. നാളെ ADM അത് പുറത്തു പറഞ്ഞാൽ പോലും CPM ഡാമേജാണ്. കാരണം ADM എന്ന് പറയുന്ന ആള് CPM-ന്റെ അതേ ഇതിൽ വർഗത്തിൽപ്പെട്ട CPM ADM-നെയും ഭയന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ PP ദിവ്യയെ അവർ സ്വതന്ത്രമായി അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാതെ PP ദിവ്യ നിയമത്തിന്റെ വഴിയിൽ കീഴടങ്ങട്ടെ എന്ന് തീരുമാനിക്കുകയും PP ദിവ്യക്കെതിരെ കൃത്യമായി തെളിവുകൾ ഹാജരാക്കുകയും ചെയ്താൽ ചിലപ്പോൾ ജയിലിൽ അകപ്പെടാം PP ദിവ്യ. പക്ഷേ ജയിലിൽ അകപ്പെടുന്നതിന് മുന്നിൽ PP ദിവ്യ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് CPM-ന് വലിയ രീതിയിൽ ഡാമേജ് ആകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും PP ദിവ്യക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുന്നത് നമ്മളിൽ കാണേണ്ടതുണ്ട്. ADM-ന്റെ മരണത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങൾക്ക് ഇനി ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അവരെന്ത് നിയമ പോരാട്ടം നടത്തിയാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് CBIക്ക് ഇത് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരും CPM-ഉം, നമുക്കറിയാലോ, ഈ CBI കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചപ്പോൾ തന്നെ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? കൂട്ടിലടച്ച തത്യാണ് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് CBI ഒരു കേസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ലേ? ഒരു കേസിൽ ഇതൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ലേ? എന്തോരം കേസുകൾ ഇന്ത്യയിൽ ആകമാനം CBI അന്വേഷിക്കുന്നുണ്ട്. പല കേസുകളിലും കൃത്യമായി തുമ്പുണ്ടാക്കുകയും ഒരിക്കൽ പോലും പ്രതികളെ കിട്ടില്ല എന്ന് വിചാരിച്ച എത്ര കേസുകൾക്ക് തുമ്പുണ്ടാക്കിയിട്ടുണ്ട് CBI. അപ്പൊ CBIയിൽ ഇവർക്ക് യാതൊരു തരത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത്. CBIയിൽ വിശ്വാസം ഉണ്ടാവേണ്ടത് സർക്കാരിനോ CPM-നോ അല്ല,
CBI അന്വേഷണം വേണമെന്ന് പറയുന്നത് മരണപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും സഹോദരങ്ങളുമാണ് പറയുന്നത് ഈ കേസിൽ CBI അന്വേഷിക്കണമെന്ന്. അവർ പറയുന്നതാണല്ലോ യഥാർത്ഥത്തിൽ കേൾക്കേണ്ടത്. കുടുംബത്തോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ CPM എന്തുകൊണ്ടാണ് ഈ CBI അന്വേഷണം വേണ്ട എന്ന് ഇത്രയേറെ വളരെ ഉറച്ച ശബ്ദത്തിൽ പറയുന്നതിനാണ്? CBI വന്നാൽ കാര്യങ്ങൾ തെളിഞ്ഞാൽ CPMന്റെ മുഖം വികൃതമാവും എന്നുള്ള ഭയം മാത്രമാണ്. ഭയമില്ലെങ്കിൽ എന്താണ്? സാധാരണ പിണറായി പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ ഭയക്കുന്നത് എന്തിനും. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBI വന്ന് അന്വേഷണം കൃത്യമായ രീതിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് CPM ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ PP ദിവ്യ നടത്തിയിട്ടുള്ള വിദേശ യാത്രകൾ, ഈ വിദേശ യാത്രകളായാലും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടൊന്നും പോയതല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നും പോയേക്കുന്നില്ല. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള വിദേശ യാത്രകൾ, ഈ വിദേശ യാത്രകൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന ഒരു വളരെ വലിയൊരു ചോദ്യം വരും. ഈ ചോദ്യം ചെന്നെത്തുക ഒരുപക്ഷെ CPMനകത്ത് പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളുണ്ട്, അതായത് CPMനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഇവരിലേക്കായിരിക്കും. കാരണം CPMന് ഇപ്പോൾ നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഫണ്ടിങ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ BJPയേക്കാൾ കൂടുതലായിട്ട് ഫണ്ടിങ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് CPM ആണ്. അപ്പോൾ ഈ CPMന്റെ ഫണ്ടിങ് സോഴ്സുകൾ, അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഫണ്ട് പലതും പല ആളുകളും വ്യക്തിഗത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് അവർ പലരെയും ബിനാമികളാക്കിക്കൊണ്ട് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പേരുകളിൽ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. ഇതിലേക്കൊക്കെ സംശയത്തിൻ്റെ നിഴൽ നീളുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണം നീങ്ങുമ്പോൾ ഇതൊക്കെ പുറത്തു വരുമെന്ന് CPM തീർച്ചയായിട്ടും ഭയക്കുന്നു. ആ ഭയപ്പാടിൽ നിന്നാണ് ദിവ്യയെ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഈ ഇരയ്ക്കൊപ്പം ഇരയുടെ കുടുംബത്തോടൊപ്പം ഒക്കെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, പൊതുസമൂഹത്തിൻ്റെ മുമ്പിലെങ്കിലും അങ്ങനെ വരുത്തി തീർക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയതും. എന്നാൽ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ PP ദിവ്യയെ പിണക്കാൻ സാധിക്കത്തില്ല. കാരണം PP ദിവ്യയെ പിണക്കി കഴിഞ്ഞാൽ PP ദിവ്യയുടെ കയ്യിലിരിക്കുന്നത് വെറും ബോംബായിരിക്കില്ല, അണുബോംബായിരിക്കും. ഒരുപക്ഷെ ഈ പാർട്ടിയെ തന്നെ ഇല്ലായ്മ ചെയ്ത് കളയാൻ ശേഷിയുള്ള അത്രയും രഹസ്യങ്ങളുടെ ഒരു അണുബോംബ് കയ്യിൽ സൂക്ഷിച്ചിട്ടുള്ള PP ദിവ്യയെ ഒരു കാരണവശാലും ഇവർ പിണക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ PP ദിവ്യയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. അതിൻ്റെ ഭാഗമാണ് ഈ CBI അന്വേഷണത്തെ എതിർക്കുന്നത്. കാരണം CBI വന്നാൽ ഒരുപാട് കാര്യങ്ങൾ തെളിയാനുണ്ടെന്ന്. കാരണം ഇന്നിപ്പോൾ FIR-ൽ ഉണ്ടായിരുന്ന അടിവസ്ത്രത്തിൽ രക്തം പുരണ്ടിരുന്നു എന്ന് പറയുന്ന പരാമർശം അത് എന്തുകൊണ്ട് മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നില്ല എന്ന് ചോദിക്കുന്നത് അത് നിസ്സാരമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് അവിടെയാണ് വിഷയം. ഇത്തരത്തിലുള്ള തെളിവുകൾ എന്താണ്? അദ്ദേഹത്തിനെ ആരാണ് അവസാനമായി കണ്ടത്? ആരായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്? പിന്നെ ഇദ്ദേഹം വല്ല തരത്തിലും കത്തുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? ഇതൊന്നും ഇതുവരെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. സാറേ, ഇതിനകത്ത് ഈ ഒരാളുടെ മൊബൈൽ നമ്പർ കിട്ടിയാൽ ആ ആളുടെ മൊബൈൽ നമ്പറിൽ നിന്ന് പോലീസ് വിചാരിച്ചാൽ അതിൻ്റെ CDR, അതായത് ആർക്കൊക്കെയാണ് കോൾ ചെയ്തിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളതെന്നും ഒക്കെ പോലീസിന് കണ്ടെത്താനായിട്ട് അധിക സമയമൊന്നും വേണ്ട. എനിക്കൊന്ന് CBIയെ ഇവർ ഭയപ്പെടാനുള്ള കാര്യവും അത് തന്നെയാണ്. ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ CBI വരികയും ഇതുപോലുള്ള മൊബൈൽ, അതായത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചില തെളിവുകൾ ഇവർ എത്രത്തോളം നശിപ്പിച്ചാലും കണ്ടെത്താൻ സാധിക്കുന്ന ചില എവിഡൻസ് ഉണ്ട്. ഈ എവിഡൻസുകൾ കണ്ടെത്തിയാൽ ഒരു പക്ഷേ അത് CPM ഭയക്കേണ്ടതായിട്ടുണ്ടാവും ആ തെളിവുകളെ. അതുകൊണ്ട് തന്നെയാണ് CBI വേണ്ട എന്ന് CPM അല്ലെങ്കിൽ CPMന്റെ സർക്കാർ കോടതിയിൽ പറയാനായിട്ട് കാരണം. അതല്ലാണ്ട് പോലീസിനെ ബാധിക്കുമെന്ന് കരുതിയിട്ടാണോ? പോലീസിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയപ്പെട്ടിട്ടൊന്നും അങ്ങനെയൊന്നും അല്ലല്ലോ. ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് കൃത്യമായൊരു ഭയപ്പാടുണ്ട്. ആ ഭയപ്പാടിൽ നിന്നുമാണ് CBI വരണ്ട. ഇപ്പോൾ CBI വന്നിട്ട് ഇവിടെ മലമറിക്കുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചില എവിഡൻസുകൾ, ആ എവിഡൻസുകൾ കണ്ടെത്തേണ്ടതുണ്ട്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട്. ആ നീതി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും CBI വന്നേ മതിയാവൂ. കാരണം ഇത് ഏറ്റവും പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു തെളിവാണ്. FIR-ൽ രേഖപ്പെടുത്തിയിരുന്ന ഒരു കാര്യത്തിന് ഒരു എക്സ്പ്ലനേഷൻ പോസ്റ്റ്മോർട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ വേറൊരു വലിയ വിഷയം എന്ന് പറയുന്നത് ഈ റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല. കാരണം ദഹിപ്പിച്ചതാണ്, ശരീരം ദഹിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് സർജനും അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാക്കിയ ഡോക്ടറും ഒക്കെ ചേർന്നുകൊണ്ട് ഇതിൽ കൃത്രിമം നടത്താൻ തീരുമാനിച്ചെങ്കിൽ ഒന്നും ഇനി ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റില്ല എന്നത് വ്യക്തമായി അറിയാവുന്ന പാർട്ടിയാണ് CPM-ഉം ഭരണക്കാരും. എന്നാലും ഡിജിറ്റൽ തെളിവുകൾ അവശേഷിക്കുന്നുണ്ടല്ലോ. അത് അവിടെയാണ് വിഷയം. ഈ ഇദ്ദേഹത്തിന്റെ ഫോൺ സീസ് ചെയ്തിട്ടുണ്ടോ?
എങ്കിൽ അതിലെന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരുന്നോ? ഇത്തരം വിഷയങ്ങളിലെല്ലാം പോലീസ് വലിയ ഒളിച്ചുകളി നടത്തുന്നുണ്ട്. ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി വെക്കാതെ അങ്ങനെ ഒന്നും ഒരു കാരണവശാലും അത്തരത്തിലുള്ള കുറിപ്പുകൾ കണ്ടെത്തിയതായിട്ട് ഇന്നേ വരെ പോലീസ് ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഫോൺ സീസ് ചെയ്തിട്ടുണ്ടോ, അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ചിട്ട് പോലീസ് ഇപ്പോഴും അജ്ഞാതമാണ്, എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ഇതിലെല്ലാത്തിനും വലിയ ദുരൂഹത. കളക്ടറുടെ മൊഴിയുണ്ടല്ലോ, അദ്ദേഹം ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തെറ്റുപറ്റി എന്ന് കളക്ടറുടെ പോയി പറഞ്ഞത്. തെറ്റുപറ്റിയെന്ന് സ്വയം പറയുന്ന ഒരാൾ പിന്നെ പോയി ആത്മഹത്യ ഇല്ല. തെറ്റുപറ്റിയെന്ന് എനിക്ക് തോന്നുകയും ഞാൻ പിന്നെ ആളോട് പോയിട്ട് എനിക്കൊരു തെറ്റുപറ്റിയെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? ഞാൻ ആ തെറ്റ് ഉൾക്കൊണ്ടൊന്നും ഇനി തുടർന്ന് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്ന പിന്നെ അയാൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം തെറ്റ് പറ്റിയെന്ന് കളക്ടറോട് പറഞ്ഞു എന്ന് പറയുന്ന മൊഴി പോലും കളക്ടർ ഉണ്ടാക്കി പറഞ്ഞതാണ് എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. കാരണം ഈ മരണം നടന്ന് തൊട്ട് പിറ്റേന്ന് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കത്ത് എടുത്ത് അറിയാലോ കളക്ടർ. അതിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും സ്പർശിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എത്രയോ ദിവസങ്ങൾക്ക് ശേഷം അപ്പോളജി ലെറ്റർ കൊടുക്കുന്നു. എത്രയോ ദിവസങ്ങൾക്ക് ശേഷം കൊടുത്ത ഈ മൊഴിയിലാണ് കളക്ടർ പറയുന്നത് നവീൻ ബാബു ഈ യോഗത്തിന് ശേഷം എൻ്റെ ക്യാബിനിൽ വന്നു എന്നും എൻ്റെ അടുത്ത് അദ്ദേഹം തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്ന്. എത്ര വിചിത്രമാണെന്ന് ആലോചിക്കണം. അപ്പൊ കളക്ടർ വലിയ തരത്തിൽ ദുരൂഹമായ ചില ഗൂഢാലോചനയുടെ ഭാഗമായി എന്നതിനെ നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇതിൽ യഥാർത്ഥത്തിൽ പ്രതിയേർക്കപ്പെടേണ്ട ഒരാൾ കൂടിയാണ് കളക്ടർ നമ്മളിൽ കാണേണ്ടത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വലിയ ദുരൂഹതകൾ ഇപ്പോഴും ഈ നിലനിൽക്കുന്നുവെന്നും കേരള സമൂഹം യഥാർത്ഥത്തിൽ വലിയ ഭയത്തിലാണ്. കാരണം ADM-നെ പോലെ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് പോലും കൃത്യമായ നീതിയുക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിൽ സംജാതമായിരിക്കുന്നുവെന്നും CPM കരുതിയാൽ, CPM-ഉം പോലീസും കരുതിയാൽ ആടിനെ പട്ടിയാക്കും, പട്ടിയെ പേപ്പട്ടിയാക്കും, പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നും അത്ര സുരക്ഷിതമായ ഒരു സ്ഥലമായിട്ട് കേരളം നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് CPM വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് തന്നെ നമ്മളിൽ കാണേണ്ടതുണ്ട്. ജനകീയ കോടതിയിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നു തന്നെ നമ്മൾ കാണണം. കോടതിയിലൊക്കെ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം, പക്ഷേ ജനകീയ കോടതിയിൽ ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രതിക്കൂട്ടിലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടത് കേരള പൊതുസമൂഹത്തിന്റെ ഒരു ആവശ്യമാണ്. കാരണം ഭയത്തോടുകൂടി ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചേ മതിയാവൂ. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ചില സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കൂടി ആണ് എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് സർക്കാരിന്റെ കൈ ശുദ്ധമാണ് എങ്കിൽ CBI അന്വേഷണത്തെ എന്തിനു ഭയക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.